ഒടുവിൽ കടൽ കൊള്ളക്കാരൻ പിൻവാങ്ങി. കൊള്ളയടിക്കുന്നില്ല, മറിച്ച് കാര്യങ്ങൾ സ്മൂത്താക്കാനാണ് താൻ ശ്രമിക്കുന്നത് എന്ന പ്രസ്താവനയുമായി ട്രംപ് രംഗത്തെത്തി. ഹോർമിസ് കടലിടുക്ക് താൻ തുറന്നു പിടിച്ചു തരാം, ആ തുറന്നു പിടിക്കുമ്പോൾ ആ തുറന്ന വഴിയിലൂടെ പോകുന്നവരെല്ലാം 20% കപ്പം കൊടുക്കണം എന്ന് പ്രഖ്യാപിച്ചു സാക്ഷാൽ ട്രംപ് ഇന്നലെ. അത് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ എല്ലാവരും മുഖം ചുളിച്ചു. ഇറാൻ പറഞ്ഞു, കുറച്ചുകൂടി മാന്യതയുള്ളതും കുറച്ചുകൂടി പക്വതയുള്ളതും ഞങ്ങൾക്കാണ്, അമേരിക്കക്കാരന് കൊടുക്കുന്നതിൻ്റെ അത്രയും തരണ്ട, അതിൻ്റെ 4-1 തന്നാലും ഞങ്ങൾ കയറ്റി വിട്ടോളാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ബ്രസീലിൻ്റെ പ്രസിഡൻറ്റ് വന്നത്. പുള്ളി പറഞ്ഞു, അമേരിക്ക കടൽ കൊള്ളക്കാരനാകരുത്, കടലിലൂടെ സാധനങ്ങൾ കൊണ്ടുപോകുന്നതിൻ്റെ കൊള്ള എവിടെങ്കിലുമൊക്കെ ഇരിക്കുന്ന അമേരിക്ക നടത്താൻ തുടങ്ങിയാൽ ഈ ലോകത്തെ ജീവിതം ദുസ്സഹമാവും. നല്ല മനോഹരമായ സ്റ്റേറ്റ്മെൻറ്റ്. കടൽ കൊള്ള നടത്തരുത് എന്ന് പറഞ്ഞാൽ അങ്ങനെ കൊള്ള ചെയ്യുന്നവൻ്റെ പാരമ്പര്യവും ഇവൻ കൊള്ളക്കാരനാണെന്നും അക്ഷരാർത്ഥത്തിൽ പറയാതെ പറയുകയായിരുന്നു. അങ്ങനെ ഈ പറഞ്ഞതുപോലെ ഇത് കേട്ട് തൽക്കാലത്തേക്ക് കൊള്ളക്കാരൻ പിൻവാങ്ങി. 20% വേണ്ട, സംഗതികൾ കൊണ്ടുപോയിക്കോ എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അത് കൊണ്ടുപോകാനുള്ള സൗകര്യങ്ങൾ ഞങ്ങൾ ഓശാരമായി ഔദാര്യമായി ഞങ്ങൾ ചെയ്തു തരാം എന്നൊക്കെയാണ് പറയുന്നത്. പറച്ചിലേ നടക്കുന്നുള്ളൂ. ഇന്ധനവില വീണ്ടും കുതിച്ചു കയറി, ലോകം വീണ്ടും പ്രതിസന്ധിയിലായി. ഒരു ചെറിയ ഊണിന് പോലും അല്ലെങ്കിൽ മറ്റ് ആഹാരങ്ങൾക്ക് പോലും തീ വിലയായി. എല്ലാ വസ്തുക്കൾക്കും പൊള്ളുന്ന കോസ്റ്റായി. ഇലക്ട്രോണിക് ഐറ്റംസിനൊന്നും തൊടാൻ പറ്റാത്ത വിലയായി. ലാപ്ടോപ്പ് മറ്റ് സംവിധാനങ്ങളൊക്കെ അടക്കമുള്ളൂ. ഈ വില മുഴുവൻ കൊടുക്കുന്നത് എന്തിനാ? ഒറ്റ ഒരു കടൽ കൊള്ളക്കാരൻ്റെ കൊതിക്കും അധിനിവേശത്തിനും അഹങ്കാരത്തിനുമാണ്. ഏതായാലും വേഗം യുദ്ധം അവസാനിക്കട്ടെ, സമാധാനത്തിലേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. കടൽ കൊള്ളക്കാരൻ പിൻവാങ്ങട്ടെ എന്ന്.